യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, എല്ലാവരെയും ഈ നല്ല ദിവസം പ്രാർത്ഥനയോടെ ദൈവവചനം ശ്രവിക്കാൻ, ദൈവത്തിൽ നമ്മുടെ ജീവിതത്തെ അർപ്പിക്കാൻ ഒരുമിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാണ്. ദൈവത്തിൽ അർപ്പിച്ചും പ്രാർത്ഥിച്ചുമൊക്കെ മുന്നോട്ട് പോകുന്ന ജീവിതങ്ങൾ എവിടെയും തട്ടി വീഴാതെ, എവിടെയും പരാജയപ്പെടാതെ ദൈവം കൈക്ക് പിടിച്ചു നടത്തുന്ന അനുഭവങ്ങൾ സ്വന്തമാവും. ദൈവം കൈക്ക് പിടിച്ചു നടത്തുന്ന അനുഭവങ്ങൾ ഇന്ന് ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവമേ അങ്ങയുടെ വചനത്തെ കേൾക്കുന്ന ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പല മനുഷ്യരും പല വേദനകളുമായി ജീവിക്കുന്നവരാണ്. ആ വേദനകളെയൊക്കെ മനസ്സിലാക്കി യേശുവേ ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ യുവതി യുവാക്കളെ, ഈ കുഞ്ഞുങ്ങളെയൊക്കെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവവചനം കേൾക്കുന്ന എന്നിലൂടെയാണ് എൻ്റെ വീട് അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നത്. ഞാനിങ്ങനെ കേട്ടിട്ട് എന്ത് കാര്യമെന്ന് ചിന്തിക്കേണ്ട. ദൈവവചനം കേൾക്കുന്ന എന്നിലൂടെയാണ് എൻ്റെ വീട്ടിലെ പല പ്രശ്നങ്ങളും മാറുന്നത്. പല പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരം പ്രാർത്ഥിക്കുന്ന എന്നിലൂടെ ആയിരിക്കും. സന്തോഷത്തോടെ ആയിരിക്കാം, പ്രതീക്ഷയോടെ ആയിരിക്കാം. ഈ വചനം ഒന്ന് വായിക്കാം. അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായം, അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായം 25 മുതലുള്ള വാക്യമാണ്. അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. തടവുകാരോ അത് കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗ്രഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി. എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. പ്രാർത്ഥിക്കുന്ന എന്നിലൂടെ ആയിരിക്കും എൻ്റെ വീട് അനുഗ്രഹിക്കപ്പെടാൻ പോവുക എന്നുള്ള വാക്ക് ഒരു ഭംഗി വാക്കായിട്ട് പറഞ്ഞ വാക്കല്ല. ഈ വചനം നോക്ക്. അർദ്ധരാത്രിയോടടുത്ത്, പാതിരാത്രിയോടടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി സ്തുതിച്ചപ്പം അവരുടെ കയ്യിൽ നിന്ന് മാത്രമല്ല ചങ്ങലകൾ അഴിഞ്ഞു വീണത്. അവരുടെ ജീവിതത്തിൽ മാത്രമല്ല വാതിലുകളെ തുറന്നത്. വ്യക്തമായി എഴുതിയിട്ടുണ്ട്, തടവുകാരോ അത് കേട്ടുകൊണ്ടിരുന്നു. പ്രാർത്ഥനയ്ക്കും മറുപടി വന്നപ്പോൾ എഴുതിയിരിക്കുന്നത് അവരുടെ മാത്രം പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്നല്ല, എല്ലാ വാതിലുകളും, എല്ലാവരുടെയും, എല്ലാം എന്നൊരു വാക്കുണ്ട്. അപ്പോൾ ആ പ്രാർത്ഥനയുടെ ഗുണം ലഭിച്ചത് അത് കേട്ടവർക്കും കണ്ടവർക്കും ഒക്കെ ആ ഒരു പ്രാർത്ഥനയുടെ, ആരാധനയുടെ അനുഭവമുണ്ടായി. പ്രാർത്ഥിക്കുന്ന നിങ്ങളിലൂടെ നിങ്ങളുടെ ഭവനത്തിലുള്ള അനേകരുടെ ജീവിതത്തിൽ ദൈവം വഴി തുറക്കുന്ന, ദൈവം കൈക്ക് പിടിച്ചു നടത്തുന്ന, ദൈവം വാതിലുകളെ തുറക്കുന്ന, ചങ്ങലകളെ അഴിക്കുന്ന വിലപ്പെട്ട അനുഭവങ്ങളുണ്ടാവും. ചിലപ്പോൾ അവരൊന്നും ഇത് വിശ്വസിക്കണമെന്നില്ല. അവർ പറയും, ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ചില്ലെങ്കിലും ഞങ്ങളൊക്കെ ദൈവം അനുഗ്രഹിച്ചോളൂ എന്നൊക്കെ. ഒരുപക്ഷെ അങ്ങനെ പറയുന്നതും കേട്ടിട്ടില്ലേ? നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്കൊന്നും കിട്ടിയില്ല, ഞങ്ങൾ പ്രാർത്ഥിക്കാതെ ഞങ്ങൾക്ക് കിട്ടി. അല്ല, അവർ പ്രാർത്ഥിച്ചതിൻ്റെ ഗുണമാണ് നിനക്കും കൂടെ ജീവിതത്തിൽ വന്നത്, നിനക്ക് കൂടി അത് ലഭിച്ചത്. എനിക്കിതിനകത്ത് അത്ഭുതമായി തോന്നിയൊരു കാര്യമാണ്, ആരാധിക്കാനും പ്രാർത്ഥിക്കാനും സാഹചര്യങ്ങൾ ഒരു തടസ്സമായിരുന്നില്ല. നമ്മൾ പറയില്ലേ, എനിക്കിപ്പോൾ പ്രാർത്ഥിക്കാനൊന്നും പറ്റിയൊരു അന്തരീക്ഷമല്ല, ആരാധിക്കാൻ പറ്റിയൊരു മൈൻഡ് എനിക്കില്ലിപ്പോൾ, ഞാൻ പിന്നീട് ഒരിക്കൽ വരാം, പ്രാർത്ഥിക്കാം എന്നൊക്കെ പറയുന്നവരില്ലേ. പൗലോസും സീലാസും അർദ്ധരാത്രി ഒന്നുമല്ലേലും വെറുതെ ചാരിയിരുന്ന് ഉറങ്ങുകയും ചെയ്യാമായിരുന്നല്ലോ, ചുമ്മാതിരിക്കുക, എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ആ അർദ്ധരാത്രി അവർക്ക് ആരാധിക്കാനും പ്രാർത്ഥിക്കാനും ഒരു തടസ്സമായിരുന്നില്ല.
പിന്നെ ജയിലിൽ കിടന്നുകൊണ്ടാണ് പാടി സ്തുതിച്ചത്. തടവറയിലാണ്. ആ തടവറയോ അവിടെ നിൽക്കുന്ന പടയാളികളോ വരാൻ പോകുന്ന സാഹചര്യങ്ങളോ സംഭവിച്ചതിനെക്കുറിച്ചുള്ള വേദനകളോ ഉത്കണ്ഠകളോ ഒന്നും ആരാധിക്കാനും പ്രാർത്ഥിക്കാനും അവർക്കൊരു തടസ്സമായിരുന്നില്ല. ഇന്നും നമ്മൾ പറയില്ലേ, എൻ്റെ സാഹചര്യങ്ങൾ അനുകൂലമല്ല, എൻ്റെ വീട്ടിലുള്ളവരെല്ലാം ഇങ്ങനെയാണ്, അവർ പ്രാർത്ഥിക്കാൻ സമ്മതിക്കത്തില്ല. ഇതൊന്നും നിനക്ക് പ്രാർത്ഥിക്കാൻ തടസ്സമാകരുത്. പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ഇരുട്ടോ മനുഷ്യൻ്റെ പ്രശ്നങ്ങളോ വാക്കുകളോ കളിയാക്കലുകളോ കുറ്റപ്പെടുത്തലുകളോ വിമർശനങ്ങളോ വെല്ലുവിളികളോ ഒന്നും തടസ്സമാകരുത്. അതെല്ലാം വഴിക്ക് നടക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ ഉള്ളുകൊണ്ട് ആരാധിക്കുക, ഉള്ളുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുക. വഴികൾ തുറക്കുന്നതും ബന്ധനങ്ങളെ അഴിക്കുന്നതും കാണാനും അറിയാനും ഇടവരും. അത്ഭുതങ്ങളെ ദൈവം ചെയ്യുന്നത് അനുഭവിക്കാൻ ഇടവരും. ഇന്നും കാണും ചിലർ ഇരട്ടത്തിരിക്കുന്നവർ, പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർ. ഞാൻ ചിന്തിക്കുന്നുണ്ട്, ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യമാണ്, പലരും ജീവിതത്തിൽ തളർന്നും തകർന്നും ഒക്കെ ഇരിക്കും. എന്നിട്ട് അവർ പറയും, ഇനി മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഞങ്ങളുടെ ജീവിതത്തിലുള്ളത്, ഇനി മുന്നോട്ട് പോകാൻ ഒരു പടി പോലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ലാത്തൊരു സാഹചര്യമാണ്, നിങ്ങളോടൊന്നും പറഞ്ഞാലൊന്നും ആർക്കും മനസ്സിലാകത്തില്ല, ഞങ്ങളുടെ സാഹചര്യങ്ങൾ അങ്ങനെയാണ്. സാരയില്ല, കണ്ണുകളെ അടച്ച് പറഞ്ഞേ, കർത്താവേ ഈ സമയം ഞങ്ങൾ ആരാധിക്കുന്നു, പൗലോസിനെയും ശീലാസിനെ പോലെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആ വചനം വിശ്വസിക്കുന്നു, ഈ വചനം ഏറ്റെടുക്കുന്നു. വഴികളെ തുറക്കണമേ, ആ പ്രതിസന്ധി മാറണമേ, ആ ചെങ്ങലകളെ അഴിക്കണമേ, ആ തടസ്സത്തെ മാറ്റണമേ. അത്ഭുതങ്ങൾ നടക്കും, അത്ഭുതങ്ങൾ നടക്കും. പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ വചനം കേട്ട ഈ വ്യക്തിയെ, ഈ കുടുംബത്തെ ഒരനുഗ്രഹമാക്കണമേ. പൗലോസും ശീലാസും ആരാധിച്ചപ്പം അവരുടെ ജീവിതത്തിൽ വഴി തുറന്നു, അവരുടെ കാര്യം ശരിയായി, അവരുടെ ബന്ധനം മാറിയെന്നല്ല, എല്ലാവരുടെയും പ്രാർത്ഥിക്കുന്ന നിന്നിലൂടെ നിൻ്റെ വീട് അനുഗ്രഹിക്കപ്പെടും. പ്രാർത്ഥിക്കുന്ന നിന്നിലൂടെ നിൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. പ്രാർത്ഥിക്കുന്ന നിന്നിലൂടെ നിൻ്റെ ജീവിത പങ്കാളി അനുഗ്രഹിക്കപ്പെടും. പ്രാർത്ഥിക്കുന്ന നിന്നിലൂടെ നിൻ്റെ ആങ്ങളമാർ അനുഗ്രഹിക്കപ്പെടും. നിൻ്റെ സഹോദരന്മാർ, സഹോദരിമാർ, അയൽവാസികൾ, ദേശക്കാർ പ്രാർത്ഥിക്കുന്ന നിന്നിലൂടെ ചില വലിയ നന്മകൾ അനുഭവിക്കും. അവർ നമ്മുടെ പ്രാർത്ഥനയും ഒക്കെ കണ്ടുകൊണ്ടിരുന്നവരായിരിക്കും. പ്രാർത്ഥനയ്ക്ക് പോകുന്നതും കണ്ടുകൊണ്ടിരുന്ന അവരും ആ കൂട്ടത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവേ, അങ്ങയുടെ വചനം കേട്ട ഈ വ്യക്തിയെ, അവരുടെ ആവശ്യത്തെ, വേദനിക്കുന്നവരുടെ ഹൃദയത്തെ, വേദനിക്കുന്നവരുടെ മനസ്സിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, വിടുവിക്കണമേ, വാതിൽ തുറക്കണമേ, വാതിൽ തുറക്കണമേ. എന്തു വലിയ തടസ്സമായാലും യേശുവിൻ്റെ നാമത്തിലുള്ള അത്ഭുതം ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കണമേ, ഇവരുടെ കുടുംബത്തിനകത്ത് സംഭവിക്കണമേ, ഇവരുടെ ആരോഗ്യത്തിനകത്ത് സംഭവിക്കണമേ, ആരോഗ്യത്തിൻ്റെ അകത്ത് സംഭവിക്കണമേ, തലമുറകളിൽ സംഭവിക്കണമേ, സാമ്പത്തികത്തിൽ സംഭവിക്കണമേ. കർത്താവേ, ഇവരുടെ കുടുംബ ജീവിത സാഹചര്യത്തിൽ സംഭവിക്കണമേ. രോഗങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും, ചതികളിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, നിരാശയിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും എല്ലാം സ്വർഗത്തിലെ വലിയവനായ ദൈവം എന്നെ നിങ്ങളെ സൂക്ഷിക്കട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും തരട്ടെ, സന്തോഷവും സമാധാനവും തരട്ടെ, ഐശ്വര്യം ദൈവം തരട്ടെ. ദൈവം തരുന്ന ധനം നിങ്ങളുടെ ഭവനത്തിൽ നിറയട്ടെ. നല്ല ജോലിയുടെ വാതിൽ ദൈവം തുറക്കട്ടെ. നല്ല ജീവിതത്തിലേക്കുള്ള വഴികളെ ദൈവം തുറക്കട്ടെ. നല്ല ബന്ധങ്ങളെ ദൈവം കാണിച്ചു തരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയരെ, ഈ വചനമൊക്കെ അനേകരുടെ വിടുതലിന് കാരണമാകുന്ന വചനമാണ്, അനേകരുടെ രക്ഷയ്ക്ക് കാരണമാകുന്ന വചനമാണ്. ഒരാൾ കേട്ടാൽ പോരാ, ലോകത്തിൻ്റെ അറ്റത്തോളം വചനം എത്തിക്കാൻ ദൈവം നിയോഗിച്ചവരാണ് ഞാനും നിങ്ങളും. സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. സാധ്യമായ എല്ലാവരും ഈ വചനം കേൾക്കുക, എഴുതി വയ്ക്കുക, പഠിക്കുക, പ്രാർത്ഥിക്കുക. നാളെ 5:30 ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ വലിയവനായ ദൈവം വലിയ രീതിയിൽ എന്നെ നിങ്ങളെ സംരക്ഷിക്കട്ടെ, സൂക്ഷിക്കട്ടെ. ആമേൻ.